പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നൊരു ഷെഫ്സ് സ്പെഷ്യൽ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾ നേരത്തെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം കമൻറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ സ്വന്തം എന്നുള്ളത് ഞാനങ്ങ് മാറ്റിയേക്കാം. ഒരു സ്പൈസി ഏത്തക്കാപ്പമാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് പഴുത്ത ഏത്തക്ക ആയിരിക്കണം. ഇതുണ്ട്, ഇപ്പോൾ തൊലി ഇത് കറുത്തതാണെന്നുള്ളതേ ഉള്ളൂ, പക്ഷേ നല്ല ദൃഢമായിട്ടിരിക്കുന്നത് തന്നെയാണ്. എങ്കിലേ ആ സ്പൈസി ഏത്തക്കാപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ക്രിസ്മസ് ടൈമല്ലേ, വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ ഒന്ന് പ്രസ് ചെയ്യാനും, അതുപോലെ തന്നെ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ ALL എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടും എന്ന് ഉറപ്പ് വരുത്താനും മറന്നു പോകരുത്. ഇത് ഒരു 3 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വറുക്കാനും എളുപ്പമാണ്. അതായത് ഇങ്ങനത്തെ ഒരു പീസ് കട്ട് ചെയ്തതിന് ശേഷം ഇത് 3 മുറിക്കണം. അപ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്ത് നന്നായിട്ട് മുങ്ങിക്കിടക്കുകയും ചെയ്യും. അങ്ങനെ ഇതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം മുറിച്ച് കഴിഞ്ഞു. ബീഫും ഏത്തക്കാപ്പവും എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതെനിക്ക് തോന്നുന്നു അതിൻ്റെ ഉത്ഭവം പാലയാണ്, കോട്ടയം സൈഡ് തന്നെയാണ്. അപ്പം അത് കേട്ടപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു ഐഡിയ ആണ്. ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് ഏത്തക്കാപ്പം ഒന്ന് സ്പൈസി ആയിട്ട് ഉണ്ടാക്കി നോക്കിയാലോ. അങ്ങനെയാണ് ഈ ആശയം എൻ്റെ മനസ്സിൽ വന്നത്. നിങ്ങളിത് എവിടെയെങ്കിലും വേറെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാനിതെൻ്റെ റെസിപ്പി എന്നുള്ള ആ ടൈറ്റിൽ അങ്ങ് മാറ്റിയേക്കാം. ഇത് നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത്. അല്ലെങ്കിലും ഞാൻ ഏത്തക്കാപ്പം ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത്. കാര്യം മൈദ അത്ര നല്ല ആരോഗ്യമുള്ള സാധനം അല്ലല്ലോ. അപ്പോൾ ഞാനിതിനകത്ത് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടു. അതിന് അളവില്ല, നമ്മൾ എത്രയാണോ നമ്മൾ ഏത്തക്കാപ്പം വേണ്ട അതനുസരിച്ച് നമുക്ക് മാവ് വേണം. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ ഇട്ടാൽ മതി. ഇത് എള്ളാണ്, കറുത്ത എള്ള്. അല്പം ഉപ്പിട്ടു. ഉപ്പ് ആദ്യമേ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ആദ്യമേ കുറച്ചിട്ടാൽ മതി. എന്നിട്ട് ആ മാവിൻ്റെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇടാമല്ലോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടു. അപ്പം മുളക് പൊടി നമ്മുടെ എരി അനുസരിച്ചിടാം. എന്നിട്ട് ഈ അരിപ്പ വഴി അരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പിന്നെ കട്ട പിടിക്കാതെ നമുക്ക് കിട്ടാനായിട്ടാണ്. ഇങ്ങനെ ഇട്ടാൽ ഒന്ന് മിക്സ് ചെയ്ത് വരും, അത് അത്രയേ ഉള്ളൂ. മഞ്ഞളിടരുതേ, മുളക് പൊടി മാത്രം മതി. ഇതൊന്ന് ഇടഞ്ഞിങ്ങനെ അങ്ങ് എടുക്കാം. ഒരു ചെറിയ മണ്ടത്തരം ഞാൻ കാണിച്ചു. എള്ള അതിനകത്ത് ഇടരുതായിരുന്നു, അത് ഇടഞ്ഞതിന് ശേഷമായിരുന്നു ഇടേണ്ടത്. അത് ചിന്തിക്കാതെ ചെയ്തു പോയതാണ്. കണ്ട, എള്ള് ഇതിനകത്ത് വന്നു. എള്ള് ഒടുവിലിട്ടാൽ മതിയായിരുന്നു. അപ്പോൾ അത് ഞാനങ്ങ് ഇട്ടു. വെള്ളം ഒഴിക്കുമ്പോഴും സൂക്ഷിച്ചൊഴിക്കണം. ആദ്യമേ അങ്ങ് ഒരുപാട് ഒഴിക്കരുത്. നമ്മുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് നമുക്ക് വേണ്ടത്, തിക്കായിട്ടും അതിൽ കോട്ടിങ് വേണോ അല്ല തിന്നായിട്ട് മതിയോ, അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പച്ചവെള്ളം ഒഴിച്ചാലും മതി. പക്ഷെ ഞാനിങ്ങനെ പുട്ട് നനയ്ക്കുമ്പോഴും ചപ്പാത്തി ചെയ്യുമ്പോഴും ഒക്കെ ഒരു ചെറിയ ചൂടുവെള്ളത്തിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് നല്ല പരുവായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇച്ചിരി മല്ലിയിലയും കൂടി, ഇതാണ് നമ്മുടെ മാവ്, ഇതിനകത്ത് മുക്കി. അപ്പോൾ ആകെപ്പാടെ ഒരു ചെറിയൊരു ഫ്ലേവറും ഉണ്ടാകും. ഇനി ചിലർക്ക് മല്ലിയില തീരെ ഇഷ്ടമില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാവ് റെഡിയാണ്. എൻ്റെ പാലപ്പച്ചട്ടി അങ്ങോട്ട് വെക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വറക്കാനും പൊരിക്കാനും ഒക്കെ ഈ ഇരുമ്പ് ചട്ടിയാണ് നല്ലത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. കാര്യം അതിനകത്ത് ചൂട് ഇങ്ങനെ റിട്ടൈൻ ചെയ്യും, പെട്ടെന്ന് ചൂട് പോകത്തില്ല. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് അത് നമുക്ക് ഫ്ലെയിം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇച്ചിരി കുഴിയുള്ളത് വെച്ചാൽ നമുക്ക് എണ്ണയും അത് കുറച്ച് ഒഴിച്ചാൽ മതിയല്ലോ. ഫ്ലാറ്റ് ആണെങ്കിൽ അത്രയും എണ്ണ ഒഴിക്കണ്ടേ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ശുദ്ധമായ വെളിച്ചെണ്ണയാണിത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പാക്കറ്റ് അൺബോക്സിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു വെളിച്ചെണ്ണ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന്. എണ്ണ ചൂടായെന്ന് അറിയാൻ ഒരു ചെറിയ ഡ്രോപ്പ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. മേലോട്ട് പൊങ്ങി വരുന്നതുണ്ടോ. അപ്പോൾ അത് എണ്ണ ചൂടായിട്ടുണ്ട്. ഏത്തക്ക വറക്കുന്നതിന് മുമ്പ് അതിൻ്റെ എരി ഉപ്പും ഒക്കെ നമ്മുടെ സ്പൈസിനനുസരിച്ചാണെന്ന് ഉറപ്പ് വരുത്തിയേച്ച് വേണം അതിനകത്ത് ഇടാൻ. ഇടുമ്പം തന്നെ ഇങ്ങനെ എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടന്നാൽ നല്ലതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് മധുരവും എരിയും കൂടെ ഉള്ളൊരു ഫ്ലേവറുണ്ട്. പോരാഞ്ഞിന് നമ്മുടെ മല്ലിയില, മഞ്ഞൾ ഇടരുതേ. അതിൻ്റെ ഫ്ലേവറും വല്ലാത്തതാണ്, അതിൻ്റെ കളറും ഭയങ്കര വേറൊരു കളറായിപ്പോവും. ഇച്ചിരി ഓറഞ്ചിഷാണ് നല്ലത്. ഇതിപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തീ കുറച്ചിട്ട് അഴിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ എടുക്കുമ്പോഴുണ്ടല്ലോ, അത് നമ്മൾ നേരെ ഇതുപോലൊരു കിച്ചൺ ടിഷ്യൂവിലോട്ട് ഇടണേ. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്ട്രാ ഓയിലൊക്കെ അതങ്ങ് നമുക്ക് കഴിക്കാതെ രക്ഷപ്പെടാനായിട്ട്. അത് എടുക്കുമ്പോൾ നമ്മളൊന്ന് തീ കുറച്ചു. അത് കഴിഞ്ഞ ശേഷം പിന്നെയും കുറച്ചുകൂടെ ഒരു മീഡിയത്തിലാക്കിയിട്ട് വേണം വറുക്കാൻ. കാര്യം നല്ല ചൂടായിരിക്കണം നമ്മൾ ഏത്തക്ക ഇടുമ്പോൾ. എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്.
നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അഥവാ നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ കണ്ടുപിടിച്ച സാധനമാണെന്ന് പറഞ്ഞിരിക്കുക. അപ്പം അങ്ങനെ നമുക്ക് ഈ സെറ്റെല്ലാം ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പം ഈ സെറ്റും റെഡി ആയിട്ടുണ്ട്. നല്ല ഉഗ്രനൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രയാസമില്ലല്ലോ, നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സ്നാക്സിന് ആൾക്കാർക്ക് കൊടുത്ത് ഞെട്ടിക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടുമെന്ന് ഉറപ്പ് വരുത്താനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.